ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം തിരുവചനം. ഈ വചനം ആർക്കത്ര താല്പര്യമുള്ളൊരു വചനമല്ല. വചനം ഇതാണ്: ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരണം എന്നാണ്. എന്നാൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ഈ സഹനങ്ങളെ ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ സ്വീകരിക്കുവാൻ സാധിക്കാതെ പോകുന്നുണ്ട്. എന്നാൽ പൗലോസ്ലീഹ പറയുന്നു, ഈശോയെ പ്രതി സഹിക്കുവാൻ കൂടിയുള്ള അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിടത്ത് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ട്രെയിനിൽ പോകുമ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു പെൺകുട്ടി കയറി. അമ്മയാണ് ഈ പെൺകുട്ടിയെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടി വന്നത്. അപ്പോൾ ഈ പെൺകുട്ടി കയറി അമ്മ എന്നോടിങ്ങനെ പറഞ്ഞു, അവിടെ വരെ ഉണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്തേക്കണം എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ഓക്കെ ഇങ്ങനെ പറഞ്ഞു. കുറച്ച് ട്രെയിൻ ആ സ്റ്റേഷൻ വിട്ട് കുറച്ച് മുൻപോട്ട് പോയപ്പോൾ ഈ പെൺകുട്ടി ടോയ്ലറ്റിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കയറിയപ്പോൾ ചുരിദാറൊക്കെ ഇട്ടാണ് കയറിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ചെറിയൊരു ഡ്രസ്സൊക്കെ ഇട്ട് തിരിച്ച് വന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുകയാണ്, ഓപ്പോസിറ്റ് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോടിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, അടുത്ത സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കയറുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫ്രണ്ട് കയറിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അടുത്ത സ്റ്റേഷനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ കയറി. ഈ ചെറുപ്പക്കാരൻ കയറി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയും ചെറുപ്പക്കാരനും മുകളിലത്തെ ബർത്തിലേക്ക് പോയി. പിന്നെ ഞാൻ അവിടെ ഒരു ജപമാലയൊക്കെ ചൊല്ലി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, ഇതാരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞു. പിന്നെയും ഈ പെൺകുട്ടിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, 2-3 സ്റ്റേഷൻ കഴിയുമ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ലവർ കയറും, ഈ ലവർ കയറുമ്പോൾ ഈ ചെറുപ്പക്കാരൻ കയറിയ കാര്യമൊന്നും പറഞ്ഞേക്കില്ല എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഈ പെൺകുട്ടി എനിക്കൊരു ഓഫറും കൂടെ തന്നു. അപ്പോൾ ഞാൻ ജപമാല കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഞാനും കയ്യലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് സഹായിച്ചാലേ എപ്പോഴും നമുക്ക് വിശുദ്ധിയിൽ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയോട് ഇങ്ങനെ ഈശോയെക്കുറിച്ച് പറയുവാനും ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് പോകുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ ഈ പെൺകുട്ടിയോട് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിൽ തന്നെയാണ്, നമ്മളിവിടെ ജീവിച്ച് തീർത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയുടെ വചനത്തിലൂടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടി എന്നോടൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ അമ്മയെ എൻ്റെ പപ്പ ഉപേക്ഷിച്ചിട്ട് പോയി. ഈ പ്രാർത്ഥിച്ച ഈശോയും ഈ പ്രാർത്ഥിച്ച ദൈവമൊന്നും എന്തുകൊണ്ട് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെ കരയുവാൻ തുടങ്ങി. എനിക്ക് ഇതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുവാനും സാധിച്ചില്ല. ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോ അനുഗ്രഹിക്കും എന്നൊക്കെ ഇങ്ങനെ വചനത്തിലൂടെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അടുത്ത സ്റ്റേഷനിൽ എത്തി ഈ പെൺകുട്ടിയുടെ ലവർ കയറി. പിന്നെ ഇവർ ഒന്നിച്ചിരുന്ന് സംസാരമായിട്ട് മുമ്പോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഇതുപോലെ അനേകം മക്കൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. മാതാപിതാക്കന്മാർ കല്യാണം കഴിച്ചിട്ട് കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമാണ്, ഭർത്താവിൻ്റെ വീട്ടിലെ ഭക്ഷണം പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു, ഞാൻ ഡിവോഴ്സ് കൊടുത്തു, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് ദൈവം ഒന്നിച്ച് ചേർത്തിട്ട് ഭാര്യയും ഭർത്താവും രണ്ട് വഴിക്ക് പോകുമ്പോൾ മക്കൾ എത്രമാത്രം വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഈ മക്കൾ പാപത്തിൻ്റെ വഴിയിലേക്ക് കടന്നു പോകുന്നുണ്ട് എന്ന് ചിന്തിക്കാതെ സ്വന്തം സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവളെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് 2 വഴിക്ക് പോകുമ്പോൾ നിങ്ങളുടെ മക്കൾ എത്രമാത്രം പാപത്തിൻ്റെ അവസ്ഥയിലോട്ടാണ് കടന്നു പോകുന്നത്, അവരുടെ ഉള്ളിൽ എത്രമാത്രം വേദനയുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഈ ഡിവോഴ്സ് ആയവരും ഡിവോഴ്സ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ അമ്മ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പപ്പ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയി. ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ അതൊരു മുറിവായിട്ട് കടന്നുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ തിന്മ കയറി പ്രവർത്തിച്ചു. വ്യഭിചാരത്തിൻ്റെ ദുർബോധം ഈ പെൺകുട്ടിയിലേക്ക് കടന്നു വന്നു. പാപത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് ഈ പെൺകുട്ടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദികൾ ഈ അപ്പനും അമ്മയും മാത്രമാണ്. നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈശോ ചോദിക്കും, നിനക്ക് ജീവിത പങ്കാളിയായിട്ട് തന്ന മകന് അല്ലെ മകള് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഭക്ഷണം എനിക്ക് പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ അവനെ വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്നു.
അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് അത്രയും നല്ല ശമ്പളമുള്ള ജോലിയില്ല, അതുകൊണ്ട് അത് ഞാൻ വേണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും സൗന്ദര്യമില്ല, അതുകൊണ്ട് ഞാൻ അവളെ വേണ്ടെന്ന് വെച്ചു എന്ന് പറയുമ്പോൾ ഈശോ പറയും, എന്നാൽ മകനെ മകളെ നീ ഇങ്ങോട്ട് കയറിയിരുന്നോളൂ, അല്ല സ്വർഗത്തിൽ നിനക്കൊരു സീറ്റുണ്ട് എന്ന് പറയൂ എന്ന് ചിന്തിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരല്ലേ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞവരൊക്കെ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനും വിശുദ്ധ കുമ്പസാരത്തിലെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഈശോ എത്ര വലിയ പാപിയാണേലും എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മളെ ചേർത്ത് പിടിക്കും. ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പിതാവ് കാത്തിരുന്നതുപോലെ വിവാഹബന്ധത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി നല്ല കുടുംബജീവിതം നയിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഈശോ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം രണ്ടും രണ്ട് വഴിക്ക് പോയി ജീവിക്കുമ്പോൾ ഈശോയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മരണമുണ്ട്. മരണശേഷം നമ്മൾ ഈശോയുടെ മുമ്പിൽ പോയി നിൽക്കണം. ഒന്നുകിൽ നരകം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം, അല്ലെങ്കിൽ സ്വർഗം. ഈ പെൺകുട്ടി പറഞ്ഞ പോലെ സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും ഒക്കെ ഭൂമിയിലാണ്. അതുകൊണ്ട് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ച് തീർക്കാമെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ മരണം എന്ന യാഥാർത്ഥ്യം നമ്മളെ നോക്കി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് വിവാഹം കഴിച്ചവർ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ കടന്നു വരുമ്പോൾ അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ ഈശോ അനുഗ്രഹിക്കും. മക്കളെ തലമുറയെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ ഇതുപോലെ മക്കൾ പാപത്തിലേക്ക് വീണു പോകുമ്പോൾ മാതാപിതാക്കന്മാർ സ്വന്തം സുഖം തേടി അവരുടെ കുടുംബജീവിതം അല്ലെങ്കിൽ മറ്റൊരാളുടെ കുടുംബജീവിതം തകർത്തുകൊണ്ട് മറ്റൊരാളുടെ ഭാര്യയായി അല്ലെങ്കിൽ ഭർത്താവായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മക്കളെ എത്രമാത്രം വേദനിക്കുന്നു ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ ഒരു അനുഭവം പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, നമുക്കൊത്തിരി ഈ വചനം ഒത്തിരി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ഇനി നടക്കാത്ത ധ്യാനങ്ങളൊന്നുമില്ല. ഇതുപോലെ വചനം കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊരു പ്രത്യേകതയാണ്, നമ്മൾ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടുവാൻ വേണ്ടിയൊക്കെ നോട്ട് ബുക്കുകളിൽ ഇങ്ങനെ വചനം എഴുതിക്കൊണ്ടിരിക്കും. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ ആദരത്തിലും നിന്റെ ഹൃദയത്തിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ആദരത്തിലും ഹൃദയത്തിലും വചനമില്ല. എല്ലാ നോട്ട് ബുക്കുകളിലും ഇങ്ങനെ ആയിരക്കണക്കിന് ഇങ്ങനെ വചനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വചനം എഴുതി കഴിയുമ്പോൾ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ ഒത്തിരി പേര് പറയുകയും ഒത്തിരി പേർക്ക് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലും ആദരത്തിലും വചനം വേണം. ഈ വചനമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ സഹനങ്ങളും അല്ലെ പ്രതിസന്ധികളും അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആദരത്തിൽ വചനമില്ലാത്തതുകൊണ്ട് നമുക്കിതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കാത്തത്. എന്നാൽ നോട്ട് ബുക്കുകളിൽ ഇങ്ങനെ വചനം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, വചനം വായിച്ച് നമ്മുടെ ഹൃദയത്തിലും ആദരത്തിലും വചനം ഉള്ളവരായിട്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും സഹനങ്ങളും കടന്നു വരുമ്പോൾ ഈശോയെ പ്രതി അത് ക്ഷമിക്കുവാനും സഹിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ നമ്മളെ ഇതിനെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കും. എല്ലാ മാതാപിതാക്കന്മാരെയും മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഡിവോഴ്സ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞവരൊക്കെ വീണ്ടും മാനസാന്തരത്തിലൂടെ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ഈശോയിലേക്ക് തിരിച്ചു വന്ന് ഒരു കുടുംബജീവിതം നയിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് എല്ലാ ദമ്പതിമാരെയും കുടുംബങ്ങളെയെല്ലാം പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.